കവിത ഉപ്പ കഴിക്കാൻ. ഉണ്ണാമരയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. നെയ്ച്ചോറ് കഴിച്ചു വയറുന്ന ഇനി കഴിക്കാൻ പറ്റും. അത് നിന്റെ പൊന്നു മോളിൽ ഇത് കഴിച്ചോ. ഇന്നലെയും കൊണ്ടുപോകുന്നില്ല വൈക്കോല്. ഇനി ആ മാപ്പിള ഇതുവഴി അങ്ങനെ വന്ന ആ കാശെങ്കിലും തിരിച്ചു തരാൻ പറ. പിണ്ണാക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 11 മണിയാകുമ്പോ കലക്കിക്കൊടു. പലതെങ്കിലും ദാഹിച്ച് ചാവണുണ്ടാവും ഈ ചൂടത്ത്. ഏതാണ്ട് ആടി നിന്റെ പെട്ടിക്കകത്തിരിക്കുന്ന ആ ഫോട്ടോ വല്ലവന്റെ കൂടെ പൊറുക്കാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞേക്കണം. രവിയ, ചേട്ടൻ കണ്ടു. ഇനി ഇവിടെ ഇരിക്കട്ടെ കുറച്ചു ദിവസം. ഇവിടെ ഇതെവിടെ വയ്ക്കാനാ? എവിടെയെങ്കിലും വെക്കണ്ട അവിടെ. അതിന് നിനക്കൊരു സമ്മാനമുണ്ട്. ഞാൻ ഇന്ന് വെളുപ്പിന് അമ്പലത്തിൽ പോയി. ഇനി എന്നും പോവും പ്രഭാത പൂജയ്ക്ക്. എനിക്കെന്തോ പേടി. എന്ത് രവി? രവി ഒന്നുമില്ല അവിടെ. ഞങ്ങളുടെ കല്യാണം വേഗം നടത്തി തന്നെ എന്ന് പ്രാർത്ഥിക്കാൻ. 11 ദിവസത്തെ പൂജയുണ്ട്. മുടങ്ങാതെ പോണം. ആ, നിന്റെ കൊടുവാമല കാണാൻ എന്ത് ചേലാണ് വെളുപ്പിന്. കൗഷു കണ്ടോ? ആ, പിന്നൊരു കാര്യം ചോദിക്കട്ടെ. മല ഇറങ്ങി വരാനിരിക്കുന്ന നിന്റെ പുതിയാപ്പിളയ്ക്ക് കോങ്കണ്ണുണ്ടെങ്കിലോ? ഉണ്ടല്ലെന്താ? എനിക്കിഷ്ടമാ. കറുകറുത്ത ചുണ്ടാണേലോ? എന്നാലും ഇഷ്ടമാ. അയാൾക്ക് വേറെ കെട്ടികളും പിള്ളേരും ഉണ്ട്. അയാൾ നിന്നെ തല്ലുകയും മറ്റും ചെയ്താലോ? എന്നാലും 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 എനിക്കിഷ്ടമാ. നിനക്ക് എങ്ങനെ കിട്ടി അബിതേ ഈ മലയിറങ്ങി വരുന്ന കഥ? ചെറുപ്പത്തിൽ ഉപ്പാപ്പാനോട് എപ്പോഴും ചോദിക്കും, ഉമ്മയുടെ ബാപ്പയുടെയെന്ന്. ഉപ്പാപ്പ പറയും, അവര് കൊടുവാമല ഏറിപ്പോയിരിക്കുക, എനിക്കൊരു ഇക്കാക്കാനെ കൊണ്ടുവരണമെന്ന്. കുറെ കാലം കാത്തിരുന്നു. മുതിർന്നപ്പോ മനസ്സിലായി ഉമ്മയും ബാപ്പയും മരിച്ചുപോയതാണെന്ന്. പിന്നെ കാത്തിരിപ്പ് ഇക്കാക്കക്ക് വേണ്ടിയായി. വരും, ഇനിയത്തെ മഴിക്കുമ്പോ വരാണ്ടിരിക്കില്ല. ഇടറുന്നു, വഴുതുന്നു, തളരുന്നു, തകരുന്നു മുത്തേ
നിൻ ചരടുവലിക്കൊപ്പം മുത്തേ 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 മനസ്സു നിറച്ചും നിനക്കു സലാം മുത്തേ 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 മനസ്സു നിറച്ചും നിനക്കു സലാം. കാലത്തെ വെറും വയറ്റിലിരുന്ന് കാറണ്ട വാഴക്ക വല്ലതും പോയി കഴിച്ചിട്ട് വാ. എടാ കൊച്ചാപ്പി, വലിയ വലിയ അർത്ഥങ്ങളുണ്ട് ബാവാടെ പാട്ടിൽ. ഇപ്പൊ അതിന്റെ ഈണമൊക്കെ പോയി. ബാവാടെ അത്ത ഒരാളുണ്ടായിരുന്നു, അത്താക്കണ്ണ്. പൂവും പാടുന്നത് കേക്കണം. ആ ശേല് അത്താക്കണ്ണിന്റെ ബാങ്ക് വിളി കേട്ടാണ് കൊടുവാമലയുടെ അപ്പുറത്തെ ദേശക്കാര് നിസ്കരിച്ചിരുന്നത്. അറിയുവോ? അത്രയ്ക്കാവും എന്റെ കൂറ്റ്. ബാവ എന്ത് ഇത്രയും വലിയ ആൾക്കാരുള്ള നിങ്ങളുടെ നാട്ടില് എന്റെ ബായി ഒരു പള്ളിയില്ലാത്തത്? ആ പുഴക്കരയിലാ പള്ളിയുടെ പണി തുടങ്ങിയത്. കൊടുവാമലയിലെ ശൈത്താന്മാരുടെ കൺവെട്ടത്ത്. പള്ളിയുടെ പണി പാതിയായപ്പോ ശൈത്താന്മാര് ഞങ്ങളുടെ ജാതിയിലെ പെണ്ണിനെ പിഴപ്പിച്ചു. മൊയ്തീൻ ബാവാടെ മോൾ ആബിദക്കുട്ടിയുടെ ഉമ്മാനെ. പിന്നെ ഈ നാട്ടിൽ പള്ളി വാഴൂ. അന്ന് പോയതാ ബാവാടെ പാട്ടിന്റെ ഈണം. വീട്ടിലൊരു പെങ്കൊച്ചുണ്ടെന്നുള്ള ചിന്ത നിങ്ങൾക്കില്ലാത്തത് എന്തേ ബാവയ്ക്ക? എന്നും തിന്നു മുടിച്ച് നിങ്ങൾ നടക്കണം. ആ കൊച്ചിന്റെ വയറിന്റെ സ്ഥിതി നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? മജീദ് വെളുപ്പിനെ എണീക്കും. ദിനകൃത്യങ്ങൾ കഴിഞ്ഞ് ചായ കുടിച്ച് ജോലി തുടങ്ങും. നഗരം ഒരിക്കലും ഉറങ്ങാത്ത മട്ടാണ്. ഇരുമ്പ്, അനേക ലക്ഷം സ്ത്രീ പുരുഷന്മാരുടെയും വാഹനങ്ങളുടെയും ഒരുമിച്ചുള്ള ശബ്ദകോലാഹലങ്ങൾ, അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് മജീദ് പാത്രങ്ങൾ അടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരെഴുത്തും വന്നേറുന്നു. കൈപ്പട സുഹ്രയുടേതല്ല, മറ്റാരോ കൊണ്ടൊന്ന് എഴുതിച്ചിരിക്കുകയാണ്. അത് വായിച്ചപ്പോൾ നഗരത്തിന്റെ ഇരുമ്പൽ പെട്ടെന്ന് നിലച്ചു പോയതുപോലെ നിശബ്ദത. പ്രിയപ്പെട്ട മകൻ മജീദ് വായിച്ചറിയാൻ സ്വന്തം ഉമ്മ എഴുതുന്നു. ഞാൻ വെളുപ്പിന് നമ്മുടെ സുഹ്ര മരിച്ചു. അവരുടെ വീട്ടിൽ കിടന്നു. എന്റെ മകയിൽ തെളിയിച്ചു. പള്ളിപ്പറമ്പിൽ അവരുടെ ബാപ്പായുടെ കബറിനിടയിലാണ് സുഹ്രയെ മറന്നു. അഭിനേ, അഭിനേ, അയ്യോ ചേട്ടാ, അഭിനേക്ക് വയ്യ. എന്നതാണ് തല ഇറങ്ങി വീണു. വാ. കുറച്ച് വെള്ളം. എന്നതാ വേണ എനക്ക്? ഒന്നുമില്ല, തല ഇറങ്ങി. എനിക്കെന്തോ പോലെ. അവക്ക് വിശന്നിട്ടായിരിക്കും. ഇന്നലെ എന്നും ഒന്നും കഴിച്ചു കാണിയല്ല. നീ ഇവിടെ ഇരി, ഞാനിപ്പോ വരാം. നേരാണോ അബിതേ? നീ ഒന്നും കഴിച്ചില്ലേ? നിനക്ക് എന്നോടെങ്കിലും പറയാൻ മേലായിരുന്നു. സാരമില്ല അബിതേ, ഒരു വേനലിന് ഒരു മഴയുണ്ട്. ആ മഴയ്ക്ക് മുമ്പ് വരാനുള്ള ആള് വരാണ്ടിരിക്കില്ല. അവിടെ ഇരുന്നോ വച്ചേ, ഇത് മുഴുവൻ തീറ്റിക്കണം. ഞാൻ പോയി പൈനെ കിട്ടിട്ട് വരാം. ഇന്ന് രാത്രി നീ ഇവിടെ കിടന്നു. ഉപ്പാപ്പ ഒന്നും കഴിച്ചില്ലല്ലോ. സാരമില്ല, നീ കഴിക്ക്, ഞാൻ തരാം. നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണ് അബിതേ. നിന്നെ മാത്രമല്ല, എല്ലാവരും എനിക്കിഷ്ടമാണ്. ചേട്ടനെ, രവിയെ, ഭാവിക്കായി, നുണ്ടിവാസുവിനെ, എല്ലാവരെയും. ഇന്ന് രാത്രി നിന്നെ കെട്ടിപ്പിടിച്ചേ ഞാൻ ഉറങ്ങും. നിന്റെ മണിമാരൻ വന്നു കഴിഞ്ഞ പിന്നെ എനിക്ക് നിന്നെ കിട്ടില്ലല്ലോ.